ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീക്കിലി ടാസ്കിൻ്റെ, അതായത് നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ദിവസത്തിൽ നമ്മുടെ ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി എന്ന് പറയുന്ന ടാസ്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഷാനവാസിന് ഗോൾഡ് കോയിൻ കിട്ടിയതുകൊണ്ട് നോമിനേഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഷാനവാസ് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് കൂടുതൽ, അതായത് ഇനി വരുന്ന ഗെയിമിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പവർ നഷ്ടപ്പെടും. അങ്ങനെയാണല്ലോ നമ്മൾ കഴിഞ്ഞതിലും കണ്ടത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പെഷ്യലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബ്ലാക്ക് കോയിൻ ഇല്ല, ഗോൾഡ് കോയിനോ ഒന്നുമില്ല. ഇതിലാകെ ഉള്ളത് റെഡ് കോയിൻസ് ആണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ അതിൽ നിന്ന് കളക്ട് ചെയ്യുക, നമ്പർ ഓഫ് കോയിൻസിൻ്റെ ബേസിലായിരിക്കും വിജയെ പ്രഖ്യാപിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കളിക്കാൻ അർഹതയുള്ളത് ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ കളിയിൽ കോയിൻ കിട്ടിയ ആൾക്കാർക്ക് മാത്രം. അത് കഴിഞ്ഞ കളിയിൽ കോയിൻ കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും കാഴ്ചക്കാരായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഈ ഗെയിം കഴിയുമ്പോഴത്തേക്കിന് ഡെസ്റ്റിനി കോയിൻ എന്ന് പറഞ്ഞൊരു കോയിനും കൂടി ആഡ് ആവുന്നുണ്ട്. അത് ഇതിൽ വിജയിക്ക് കിട്ടും. അതിൻ്റെ പവറും കാര്യങ്ങളും ഒക്കെ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ 3 റൗണ്ടായിട്ടായിരിക്കും ഈ ഗെയിം നടക്കാൻ പോകുന്നത്. 3 റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ റൗണ്ടിൽ 3 പേര്, രണ്ടാമത്തെ റൗണ്ടിൽ 3 പേര്, മൂന്നാമത്തെ റൗണ്ടിൽ 2 പേര്. ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയ ആൾക്കായിരിക്കും പണിപ്പുരയിലേക്ക് എൻട്രി ഉള്ളത്. അതിനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ 8 പേർക്ക് ഇപ്പം നിലവിൽ കോയിൻ ഉണ്ട്. അപ്പം എടുത്ത കോയിൻ, അതായത് ഈ മോഷ്ടിച്ച കോയിനുകളുണ്ടല്ലോ, നമ്മുടെ നിവയും മോഷ്ടിച്ച കോയിനെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അത് കയ്യിൽ വെക്കാൻ പറ്റില്ല. അപ്പം എടുത്ത കോയിനെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കോയിൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം ഇന്ന് വരുന്നത്, അനീഷിൻ്റെ കയ്യിൽ നിലവിലുള്ളത് 4 കോയിൻ, അക്ബറിൻ്റെ കയ്യിൽ 7 കോയിൻ, അഭിലാഷിൻ്റെ കയ്യിൽ 3 കോയിൻ, ആര്യൻ്റെ കയ്യിൽ 4 കോയിൻ, ഷാനവാസിൻ്റെ കയ്യിൽ 4 കോയിൻ, രനയുടെ കയ്യിൽ 2 കോയിൻ, ബിന്നിയുടെ കയ്യിൽ 5 കോയിൻ, ജിസേലിൻ്റെ കയ്യിൽ 5 കോയിൻ, 5 റെഡ് കോയിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ റെഡും ബ്ലാക്കും എല്ലാം കൂടി മിക്സ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇനി ഇത് കയ്യിലുള്ള കോയിൻ എല്ലാം കൂടി നമ്മൾ അവിടെ ഹാളിൽ വെച്ചിട്ട് വേണം ഇവരെല്ലാവരും കൂടി ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആര്യനാണ് കേട്ടോ. ഷാനവാസ് ആര്യനെ സെലക്ട് ചെയ്തു. ഇന്നലെ നമ്മുടെ അക്ബറും ആര്യനെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്നും ഷാനവാസ് എന്ത് ചെയ്തു? ആര്യനെ തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ആര്യൻ ഈ ഇതിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാനവാസിൻ്റെ ഈ എന്താ പറയുക, ഈ പവർ നഷ്ടപ്പെടുക ചെയ്യുക, നോമിനേറ്റ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് റൗണ്ടിൽ ആരൊക്കെ കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രണ, ബിൻസി, ജിസൈൽ ഇവരെ കളിക്കുന്നത്. കാരണം പെൺകുട്ടികളാകുമ്പോഴത്തേക്കിനും ബാക്കിയുള്ളവരോട് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ച് ഇവർ 3 പേരും കൂടെ ഒരുമിച്ചിറങ്ങി. അപ്പം രണ കളിച്ച് കിട്ടിയത്, രണ കളിക്കുന്നതിന്, കളിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇവർക്ക് നേരത്തെ പോലെയല്ല, പെട്ടി കുറച്ചും കൂടി വലുതാണ്. അതേപോലെ പെട്ടിയുടെ സൈഡുകളിൽ 3 ഹോളായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് സൈഡിൽ നിന്നുള്ള 3 ഹോളുകളിൽ കൂടെ കൈ കടത്താൻ പറ്റും. എന്നിട്ട് വേണം എടുക്കാൻ. എടുത്തിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരു ബൗൾ വെച്ചിട്ടുണ്ട്, ആ ബൗളിലേക്ക് ഇടുക പെട്ടെന്ന്. അപ്പോൾ ബസർ ടു ബസറാണ്. ബസർ അടിച്ചു തുടങ്ങുമ്പോൾ കൈയിട്ട് എടുക്കുക, ബൗളിലേക്ക് ഇടുക, ബസർ അടിക്കുമ്പോഴത്തേനും നിർത്തുക, എന്നിട്ട് വന്ന് എണ്ണി നോക്കുക ആർക്കാ കൂടുതൽ. ഇങ്ങനെയാണ് ഗെയിം പോകുന്നത്. അപ്പം ആദ്യത്തെ റൗണ്ടിൽ രണയ്ക്ക് കിട്ടിയത് 14, ബിന്നിക്ക് കിട്ടിയത് 13, ജസീലിന് കിട്ടിയത് 14. അപ്പം രണയ്ക്കും ജസീലിനും സമാസമം. സെക്കൻഡ് റൗണ്ടിൽ പോകുന്നത് അഭിലാഷും അനീഷ്, ഷാനവാസ് ഇവർ 3 പേരും കൂടിയാണ് ഇറങ്ങിയത്. അഭിലാഷിന് 18, അനീഷിന് 12, ഷാനവാസിന് 15. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഈ ഗെയിം. തേർഡ് റൗണ്ടിൽ ഇറങ്ങിയത് ആര്യനും അക്ബറും ആയിരുന്നു. ആര്യന് കിട്ടിയത് 17, അക്ബറിന് 21 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ വിജയ് എന്ന് പറയുന്നത് അക്ബറായിരുന്നു. സെക്കൻഡിൽ നിൽക്കുന്നത് അഭിലാഷിന് 17 കോയിൻ ഉണ്ടായിരുന്നു. അഭിലാഷ് സെക്കൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ലിവിംഗ് റൂമിലേക്ക് വന്നു. ലിവിംഗ് റൂമിൽ വന്നപ്പോഴത്തേന് ബാക്കി എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂമിലേക്ക് വെച്ചിട്ട് സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന ഒരു സാധനം എടുത്തിട്ട് വന്നു. അതിലുള്ളത് ഗോൾഡ് കോയിനും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഡെസ്റ്റിനി കോയിനും ഉണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്നത്, നമ്മുടെ ഷാനവാസിന്
നമ്മുടെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു, അത് പവർ നഷ്ടപ്പെട്ടു. കാരണം ആര്യന് അത് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇനിയുള്ള പവർ ഉള്ളത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനാണ് ആ പവർ ഉള്ളത്. അപ്പോൾ അക്ബർ ഇതിൽ വിജയമുണ്ട്, അക്ബറിന് ആ പവറുണ്ട്. അക്ബറിന് ചൂസ് ചെയ്യാം ഇതിൽ ഡെസ്റ്റിനി കോയിനോ ഗോൾഡ് കോയിനോ ഇതിൽ ഏത് വേണം അഭിലാഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 5 മിനിറ്റത്തെ ഡിസ്കഷന് ശേഷം മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അക്ബർ എന്ത് ചെയ്യുന്നു, ഈ ഡെസ്റ്റിനി കോയിൻ കയ്യിൽ വെച്ചിട്ട് ഗോൾഡ് കോയിൻ അവന് കൊടുത്തതിന് ശേഷം അഭിലാഷിന് കൊടുത്തതിന് ശേഷം ഡെസ്റ്റിനി കോയിൻ കയ്യിൽ വെക്കുന്നു. ആക്ച്വലി ഇത് അൺപ്രഡിക്റ്റബിളാണ്, ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ്. ഏതെടുത്താൽ പണി വരും, കാരണം അത് ഓൾറെഡി പണി എന്ന് പറയുന്നൊരു ടാസ്ക് ആണല്ലോ. അപ്പം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ആൾക്കാർ, ഏതെടുത്താലാണ് രക്ഷപ്പെടാൻ പറ്റുക, ഏതിലാണ് പണിയിരിക്കുന്നത് അറിയാത്തതുകൊണ്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ ഇത് രണ്ടും കൊടുത്തു. അപ്പം സ്പെഷ്യൽ പവർ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡെസ്റ്റിനി കോയിന്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനാണ്. അക്ബറിൻ്റെ സ്പെഷ്യൽ പവർ ഇപ്പോൾ ഉള്ളത് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന നൈറ്റ് ടാസ്കിൽ സ്വാപ്പിംഗ് നടത്താം. അതായത് ഒരാളെ 4 പേര് പുറത്തേക്കുന്ന ഒരാളെ അകത്തേക്ക് ഇന്നാക്കിയതിന് ശേഷം കൂട്ടത്തിലുള്ള ഒരാളെ വീണ്ടും ആ ടാസ്കിലേക്ക് പുകഞ്ഞ കൊള്ളി പുറത്തു എന്ന് പറയുന്ന ടാസ്കിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു സ്വാപ്പിംഗ് ആണ് നടക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ അക്ബർ എടുത്തിരിക്കുന്നത് ഷാനവാസിനെ അകത്തേക്ക് കയറ്റിയതിന് ശേഷം രഞ്ജിത്തിനെ പുറത്തേക്ക്. കാരണം പറഞ്ഞ് രഞ്ജിത്ത് കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നത് കൊണ്ടാണെന്ന്. ഷാനവാസിന് എന്തായാലും ആവശ്യമുണ്ടല്ലോ അകത്തേക്ക് എന്നുള്ള രീതിയിൽ ഷാനവാസിനെ എയിം ചെയ്തു. പക്ഷേ ഷാനവാസിൻ്റെ കയ്യിൽ ഗോൾഡ് കോയിൻ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ്, ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് പുറത്ത് വന്നിട്ട് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിയത്. പക്ഷേ ഷാനവാസിൻ്റെ ഗോൾഡ് കോയിൻ്റെ പവർ നഷ്ടപ്പെട്ടു എന്ന് പിന്നീടാണ് ബിഗ് ബോസ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഭിലാഷിൻ്റെ ഗോൾഡൻ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഗോൾഡ് കോയിൻ്റെ സൂപ്പർ പവർ നഷ്ടപ്പെട്ടതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലെ നോമിനേഷനിലേക്ക് അഭിലാഷിന് നമ്മുടെ ഷാനവാസിനെയും ഷാനവാസിൻ്റെ പാർട്ട്ണറായിട്ട് നിന്ന ആര്യനെയും സെലക്ട് ചെയ്യാം ഡയറക്റ്റ് നോമിനേഷനിലേക്ക്. അപ്പം നെക്സ്റ്റ് വീക്കിലെ നോമിനേഷനിലേക്ക് അഭിലാഷ് സെലക്ട് ചെയ്തത് ഷാനവാസിനെയാണ്. അപ്പോൾ മൊത്തത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാ പണി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശരത്ത് എന്തോന്ന് പറയുന്നുണ്ട്, എങ്ങനെ നോക്കിയാലും പണിയാണല്ലോ എന്ന്. പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റിയപ്പോഴത്തേക്കിന് നേരെ നോമിനേഷനിലേക്ക്. അതായത് നമ്മുടെ ഷാനവാസിനെ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റി രക്ഷപ്പെടുത്തി. പക്ഷേ ഇവിടുന്ന് നേരെ അടുത്ത സെഗ്മെന്റ് എന്താ, കുഴിയിലേക്ക്. അപ്പം എന്തെടുത്താലും ഒന്നിന്ന് രക്ഷപ്പെട്ടാലും അടുത്തതിൽ പോകുന്ന രീതിയിലാണ് ഈ ഒരു സെഗ്മെന്റ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. വലിയ പാടൊന്നുമില്ല ഇതിങ്ങനെ കളക്ട് ചെയ്യുക. പക്ഷേ ഈ എന്താണ് നെക്സ്റ്റ് എന്ന് നമുക്ക് ചിന്തിച്ചിരിക്കാൻ ഒരിതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു ഇതായിട്ട് ഞാൻ എന്താണ് ലൈവിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.